ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ നമ്മൾ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള പാർട്ട് 1 ഇതിൻ്റെ കട്ടിങ് എല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മറിച്ചെടുത്തിട്ട് ലൈനിങ്ങിന് മാത്രമായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നെക്ക് നല്ല നീറ്റായിട്ടിരിക്കും. അടുത്തത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ബാക്ക് സൈഡ് ചെയ്ത പോലെ തന്നെ ലൈനിങ് പീസ് അതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അതിലൊരു ലേസ് വെച്ചെടുക്കണം. അപ്പോൾ ലേസ് വി ഷേപ്പിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗം തമ്മിൽ ഒരുമിച്ച് വെച്ച് ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കണം. ഇതുപോലെ ലൈനിങ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഫ്രണ്ടിൻ്റെ ഒപ്പം വേണം ഒരുമിച്ച് വെക്കാൻ. എന്നിട്ട് വേണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ വെച്ചെടുക്കുക. രണ്ട് നല്ല ഭാഗങ്ങളും തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡർ ഉൾഭാഗത്തായിട്ട് കവർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അതിനുശേഷം ബാക്ക് സൈഡിലെ നെക്ക് പുറത്തു കൂടി നല്ല ഭാഗത്തു കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു പ്രസർ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിലെ ലൈനിങ് വെച്ചെടുക്കുന്നില്ല, ബോഡി പീസിൽ മാത്രം ലൈനിങ് വെക്കുന്നുള്ളൂ. ഇനി സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ലേസ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് അറ്റം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒരു പ്രസ് രീതിയിൽ അടിച്ചാൽ മതി. ഇതിൻ്റെ പൊക്കത്തായിട്ട് ഈ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രണ്ട് സ്ലീവിലും ലേസ് എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ സ്ലീവിനെ ബോഡി പീസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിലെ കുഴിച്ച് വെട്ടിയ ഭാഗം വേണം ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിച്ചെടുക്കണം. അതിനായിട്ട് മറിച്ചെടുത്തിട്ട് രണ്ട് സൈഡും 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ സൈഡ് സ്ലീവിൻ്റെ അറ്റം മുതലേ അടിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ അവിടുന്ന് നമ്മൾ സ്ലിറ്റ് ഓപ്പൺ ഇട്ട് കൊടുത്താൽ അവിടം വരെ വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി സ്ലിറ്റ് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ഡബിൾ ഫോൾഡ് ചെയ്ത് അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ടോപ്പിൻ്റെ അടിഭാഗം മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ അടിഭാഗത്തായിട്ട് ചെറിയ ലൈസ് വെച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ലീവിൽ ചെയ്തതുപോലെ നല്ല ഭാഗത്തേക്ക് ഒരു ഫോൾഡ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഈ ലേസ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതിൻ്റെ കൂടെ ഞാൻ പലാസോ പാൻ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലാസോയുടെ കട്ടിങ്ങൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക.
ഈ പലാസയുടെ ബോട്ടത്തിൽ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചാനലിൽ ഉടനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാം കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.